കൂലി റിലീസായി വളരെ മോശം അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ലോകേഷ് കനകരാജ് ഓവർ റേറ്റഡ് ഡയറക്ടറാണോ, അദ്ദേഹത്തിന് കിട്ടുന്നൊരു ഹൈപ്പ് അനാവശ്യമാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയ പുറത്തുമൊക്കെ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. എനിക്കതിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം, ലോകേഷ് കനകരാജിനെ കൂലിയുടെ പേരിൽ മാത്രം ഓവർ റേറ്റഡ് ഡയറക്ടറായി പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല എന്നാണ്. കാരണം ലോകേഷ് കനകരാജ് 2-3 കിഡിലൻ പ്രോജക്റ്റുകൾ തന്നിട്ടുള്ള ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിം മേക്കിംഗ് സൗത്ത് ഇന്ത്യയിൽ തന്നെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട ഒരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ലോകേഷിനെ കൂലി എന്ന് പറയുന്ന ഒരൊറ്റ സിനിമയുടെ പേരിൽ തള്ളിക്കളയുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. ലോകേഷിൻ്റെ അടുത്ത സിനിമ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കരിയറിലെ വളരെ നിർണായകമായ ഒന്നായിരിക്കും. കാരണം അടുത്തൊരു സിനിമ ഈ കൂലി പോലെ മോശമാവുകയാണെങ്കിൽ, നിലവാര തകർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ലോകേഷ് എന്ന് പറയുന്ന സംവിധായകന് പ്രേക്ഷകർക്കിടയിൽ ഒരു മതിപ്പ് ഇനി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അടുത്തൊരു സിനിമയിലൂടെ ലോകേഷ് വളരെ ശക്തമായിട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ലോകേഷ് ഒരു നമ്മളെല്ലാം കരുതിയതുപോലെ വളരെ കഴിവുള്ള, അതുപോലെ തന്നെ വളരെ പ്രൂവൺ ആയിട്ടുള്ള ഒരു ഡയറക്ടറെ തുടരുകയും ചെയ്യും. കാരണം നമ്മൾക്കറിയാം, ലോകേഷിൻ്റെ രജനീകാന്ത് പ്രോജക്റ്റ് കൂലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂലി ഒരുപാട് സ്ഥലത്ത് ലോകേഷ് കോംപ്രമൈസ് ചെയ്തെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം രജനീകാന്തിനെ പോലെ വലിയൊരു താരം വരുന്നൊരു സിനിമ അതിപ്പോൾ മുന്നേ ഉണ്ട്. മാസ്റ്ററിലാണെങ്കിലും ലിയോയിലാണെങ്കിലും ഒക്കെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് 50-50 ലോകേഷ് പടമാണെന്നൊക്കെ അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൂലി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് ഒന്നാകെ പാളിയിട്ടുണ്ട്. കാരണം അദ്ദേഹം റിലീസിന് മുന്നേ വളരെയധികം പ്രതീക്ഷയിലായിരുന്നു. പല സ്ഥലങ്ങളിലും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, ആ സിനിമയിൽ പ്രവർത്തിച്ച രജനീകാന്ത് ഉൾപ്പെടെയുള്ള പലരും ഭാഷയോടും അങ്ങനെ മറ്റു പല രജനീകാന്തിൻ്റെ വമ്പൻ ഹിറ്റുകളോടൊക്കെ താരതമ്യം ചെയ്ത് പറഞ്ഞു എന്നൊക്കെയുള്ള അദ്ദേഹം തന്നെ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞു. അപ്പോൾ വലിയൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ആ ജഡ്ജ്മെൻറ്റ് ഒന്നാകെ തെറ്റിപ്പോയി. അത് മാത്രവുമല്ല, വളരെ സ്ഥലങ്ങളിൽ സ്ക്രിപ്റ്റിലൊക്കെ ഒരുപാട് ഹോൾസ് വന്നിട്ടുള്ള, ഒരുപാട് മിസ്ഫയർ ഐറ്റംസ് വന്നിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് അത് പലതരത്തിലും പാളിപ്പോയി. പക്ഷെ എങ്കിൽ പോലും ലോകേഷിനെ നമുക്ക് അടുത്തൊരു സിനിമ വരെയെങ്കിലും കാത്തിരിക്കാം, അല്ലെങ്കിൽ അടുത്തൊരു സിനിമ വരെയെങ്കിലും അദ്ദേഹത്തിലെ പ്രതീക്ഷ തുടരാമെന്ന് തോന്നും.